സോണിയാഗാന്ധി ഇന്ത്യ വിടുന്നു. 10,000 കോടികൾ വില വരുന്ന ആസ്തി രാഹുൽ ഗാന്ധിക്ക് സ്വന്തമാകും. സോണിയാഗാന്ധി ഇന്ത്യ വിട്ടേക്കും എന്നുള്ള സൂചനകൾ വരികയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന നീക്കങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു വിഷയമാണിത്. ഈയിടെയാണ് വിൽപ്പത്രം എഴുതി വെക്കുവാനായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റുകളുമായിട്ടും അഭിഭാഷകരുമായിട്ടൊക്കെ വലിയ ചർച്ച നടത്തിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മിക്കവാറും രാഹുൽ ഗാന്ധിക്കായിരിക്കും ഈ സ്വത്തെല്ലാം എഴുതി വെക്കുക. ഇത് ഏകദേശം ഒരു 10,000 കോടികൾ വില വരുന്നതാണ് എന്നുള്ളതാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് ഭവൻ, കർണാടക കോൺഗ്രസ് ഭവൻ, തമിഴ്നാട് സത്യമൂർത്തി ഭവൻ തുടങ്ങി ഇന്ത്യയിലെ വിവിധ കോൺഗ്രസ് ഭവനുകളുടെ മാത്രം മൂല്യം ഏകദേശം 10,000 കോടികളാണ് എന്നുള്ളതാണ്. ഇവിടെയെല്ലാം പഞ്ചനക്ഷത്ര സപ്തനക്ഷത്ര ഹോട്ടലുകൾ പണിയണമെന്നതാണ് രാഹുൽ ഗാന്ധിയുടെ മോഹം എന്ന് പറയുന്നത്. എന്തായാലും ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ പേരിലായിരിക്കും എഴുതി വെക്കുക. ഇപ്പോൾ ഏകദേശം 18ഓളം ട്രസ്റ്റുകളുടെ അധ്യക്ഷയാണ് ഇപ്പോൾ സോണിയാഗാന്ധി. ഈ ട്രസ്റ്റുകളുടെയൊക്കെ വിൽപ്പത്രം നെഹ്റുവിൽ നിന്നും നേരിട്ട് സോണിയയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു, രാജീവ് ഗാന്ധിയും തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ടു. ഇനി സോണിയാഗാന്ധി ഈ വിൽപ്പത്രം 2026 മാർച്ചോടെ രാഹുൽ ഗാന്ധിയുടെ പേരിൽ എഴുതി വയ്ക്കും എന്നാണ് പറയപ്പെടുന്നത്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ, സഞ്ജയ് ഗാന്ധി മെമ്മോറിയൽ ഉൾപ്പെടെ 18 ട്രസ്റ്റുകളുണ്ട്. ഇവയ്ക്കെല്ലാം ഭാരിച്ച സ്വത്തുക്കളുമുണ്ട്. ഇതുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ പേരിൽ എഴുതി വെക്കുവാനുള്ള സാധ്യതയാണ് ഇതിനോടൊപ്പം കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞവർ ലണ്ടനിൽ വിശ്രമ ജീവിതം നയിച്ചേക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. കാരണം സോണിയയ്ക്ക് ഇപ്പോൾ തന്നെ ഏകദേശം 79 വയസ്സായി കഴിഞ്ഞു. ഇനി മാനസികമായിട്ട് ഒരു സ്വസ്ഥ ജീവിതം നയിക്കുവാനാണ് അവർ പദ്ധതിയിടുന്നത്. അതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധിയെ ബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന മുറയ്ക്ക് നാഷണൽ ഹെറാൾഡ് കേസിൽ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നു. കാരണം ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ക്രിമിനൽ കുറ്റമാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം 2,000 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാ കോടതികളും ഈ കേസിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിൽ ക്രിമിനൽ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ രാഹുൽ ഗാന്ധിയുടെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, പ്രായം കുറച്ചുകൂടി തളർത്തിക്കൊണ്ടിരിക്കുന്ന സോണിയാഗാന്ധിക്ക് ഇനി ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രീയം കളിക്കുവാനുള്ള അത്തരത്തിലുള്ള ഒരു ചിന്തയുമില്ല. മാത്രമല്ല, അത്തരത്തിലൊരു താല്പര്യക്കുറവ് അവർക്ക് വന്നു തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി കോൺഗ്രസുമായിട്ട് അകലുകയും അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം അവസാനിപ്പിച്ച് അവർക്ക് ഇനിയുള്ള ശിഷ്ടകാലം ലണ്ടനിൽ അവർ സ്വസ്ഥമായി ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ലണ്ടനിൽ കഴിയുവാനുള്ള താല്പര്യത്തിന്റെ പുറത്ത് ഇപ്പോഴുള്ള സ്വത്തുവകകൾ എന്ന് പറയപ്പെടുന്നത് രാഹുൽ ഗാന്ധിയുടെ പേരിൽ എഴുതി വെച്ചിട്ട് ഇന്ത്യ വിടുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് അവർ അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. കാരണം ഏകദേശം അവർക്ക്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ, 79 വയസ്സായിരിക്കുന്നു. ഇനിയുള്ള ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ബേർഡൻ, ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊന്നും താങ്ങുവാൻ അവർക്ക് കഴിയില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസ് പോലെ ഇപ്പോൾ വീണുപോയ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇനി ഉയർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഒരു കഠിന പ്രയത്നമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു ഭഗീരഥ പ്രയത്നമായിരിക്കും. അത് നടപ്പിലാക്കുവാനും അത്തരത്തിലൊക്കെ ഒരുപാട് സമയം ഇനി വർക്ക് ചെയ്യുവാനും ഒക്കെ സോണിയാഗാന്ധിക്ക് കഴിയില്ല. കാരണം പ്രായാധിക്യം അവരെ തളർത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും, വീടിന്റെയും ഒപ്പം തന്നെ പാർട്ടിയുടെയും ഒക്കെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞ് ലണ്ടനിലേക്ക് ജീവിതം പറിച്ചു നടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് സോണിയാഗാന്ധി എത്തുന്നത്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി എന്ന് പറയപ്പെടുന്നത് ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് മാറി അവരുടെ സ്വസ്ഥമായിട്ടുള്ള ഗൃഹജീവിതത്തിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് സോണിയാഗാന്ധി കോൺഗ്രസ് വിടുന്നു, ഒപ്പം തന്നെ ഇന്ത്യ വിടുന്നു. ഇന്ത്യയിൽ നിന്ന് അവർ സ്വസ്ഥ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് ലണ്ടനിലാണ്.